ഹായ്, വീണ്ടും ഒരു 20 ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിലെ പ്രീവിയസ് ആയിട്ടുള്ള ICR ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വേഗം നോക്കാം പ്രീവിയസ് ICR അഗ്രികൾച്ചർ എൻട്രൻസ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which alkene on ozonolysis gives CH3, CH2, CHO and COCH3? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ നീറ്റിന്റെ മോഡലിൽ അതേ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കിട്ടേണ്ട പ്രോഡക്റ്റ് ഏതൊക്കെയാ? CH3, CH2, CHO and then CH3, CO, CH3. ഇതാണല്ലോ നമുക്ക് കിട്ടേണ്ടത്. നമുക്കറിയാം ഓസോണോളിസിസ് ചെയ്യണമെങ്കിൽ ഇതിനിടയിലായിരിക്കും അപ്പോൾ ഓസോൺ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. ഇതിനിടയിൽ എങ്ങനെയായിരിക്കും ഓസോൺ ആഡ് ചെയ്യപ്പെടുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിനിടയിൽ ഓസോൺ ആഡ് ചെയ്യപ്പെടുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ്, അല്ലെ? ഈ ഒരു ഫോർമാറ്റിലാണ് ഓസോൺ ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പോഴല്ലേ ഇതിങ്ങനെ പൊട്ടുന്നത്. അപ്പോ ഇത് നേരത്തെ എങ്ങനെ ഇരുന്നായിരിക്കണം, ഈ കോമ്പൗണ്ട് എങ്ങനെ ഇരുന്നായിരിക്കണം? ഇതിനിടയിൽ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നായിരിക്കണം, അല്ലെ? ഇതിനിടയിൽ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നായിരിക്കണം. അപ്പൊ ആ കോമ്പൗണ്ട് ഏതാ? CH3, CH2, CH, then C, then അവിടെ രണ്ട് CH3 ഗ്രൂപ്പ് കൂടി വരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ആൻസർ ആയിരിക്കും അവിടെ കിട്ടുക. ഈ കോമ്പൗണ്ടിനെയാണ് നമ്മളിത് ഓസോണോളിസിസ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഒരു ആൻസർ അവിടെ ഉണ്ടോ നോക്കുക. CH3, CH2, CH, ഡബിൾ ബോണ്ട് C, then രണ്ട് CH3 വരുന്നത്. So that is given as the first option and that is the right answer. Next question. Isopropyl bromide on Wood's reaction gives. Isopropyl bromide, that is CH3, CH3, CHBr, isopropyl bromide. ഇതിന് എന്ത് ചെയ്യണം? വുഡ്സ് റിയാക്ഷൻ ചെയ്യാനാണ്. ഇതിനെങ്ങനെ വുഡ്സ് റിയാക്ഷൻ ചെയ്യുന്നത്? അപ്പൊ ഇതുപോലത്തെ രണ്ട് കോമ്പൗണ്ട്സ് എടുക്കണം, അല്ലെ? അപ്പൊ ഇതിന് രണ്ട് സോഡിയം വെച്ച് റിയാക്ട് ചെയ്യും. നിങ്ങൾക്കറിയാം സോഡിയം റിയാക്ടിംഗ് വിത്ത് ഹാലൈൽ ആൽക്കൈഡ്, ആൽക്കൈൽ ഹാലൈഡ് സോറി, ആൻഡ് ഇൻ ദി പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ വിൽ ഗിവ് ഡബിൾ നമ്പർ ഓഫ് കാർബൺ ഉള്ള ആൽക്കൈൻ ആയിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പൊ ഇത് രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. സോ ഈ അപ്പൊ ഇതുപോലത്തെ ഒരു കോമ്പൗണ്ട് നമ്മൾ എടുക്കും. അപ്പൊ നമുക്ക് തിരിച്ചെഴുതാം. ബ്രോമിൻ, CH, CH3, CH3. അപ്പൊ ഇത്രയും പേരോട് ചേർന്ന് NaBr ആകും. ബാക്കി ഇത്രയും പേര് ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യും. സോ CH3, CH, CH3, സിംഗിൾ ബോണ്ട് CH, then another CH3, CH3. ഇതായിരിക്കും നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേലും മൂന്നാമത്തേലും മീഥൈലുണ്ട്. സോ 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ അതായിരിക്കും പ്രോഡക്റ്റ്. ആൻഡ് 2,3 dimethyl butane is given as the third option and that is the right answer. Next question. Which of the following represents the given mode of hybridization sp2 sp2 sp sp from left to right? ഈ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ നീറ്റിന് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഞാൻ വേഗം പറയാം. sp2 എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട്, sp എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട്, sp3 എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട്. അപ്പൊ ആ ഒരു ഫോർമാറ്റ് ആണ് നിങ്ങളിവിടെ നോക്കേണ്ടത്. നോക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് C, ട്രിപ്പിൾ ബോണ്ട് N എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് ചുറ്റുമാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിന് ചുറ്റും ഡബിൾ ബോണ്ട് ഉണ്ടോ? ഉണ്ട്. സോ ഇത് sp. ഇതിന് ചുറ്റും നോക്കുക, ഡബിൾ ബോണ്ട് ഉണ്ടോ? ഉണ്ട്. സോറി sp2. സോ ദിസ് ഈസ് ഓൾസോ sp2. ഇതിന് ചുറ്റും നോക്കുക, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. സോ sp. ഇതിന് ചുറ്റും നോക്കുക, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, sp. സോ sp2 sp2 sp sp ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതേ ഫോർമാറ്റിൽ തന്നെ കിട്ടി. സോ ഓപ്ഷൻ 1 is the right answer. Next question. Fluorobenzene can be synthesized in the laboratory. So fluorobenzene നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, ഫ്രം അനിലീൻ എടുത്തിട്ട് ബൈ diazotization, Sandmeyer's reaction, followed by heating with the diazonium salt with the HbF4. Yes, ആ ഒരു പ്രോസസ് വഴി നമുക്ക് ഫ്ലൂറിനെ ബെൻസീനിൽ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. And that is the right answer. So ഒന്നാമത്തെ ഓപ്ഷൻ right answer. Next question. Glucose reacts with X number of molecules of phenylhydrazine to yield ozazone. The value of X is direct question ആണ്. ഇത് നമുക്ക് ബയോമോളിക്യൂൾസ് ആയിട്ട് ഈ റിയാക്ഷൻ തന്നിട്ടുമുണ്ട്. സോ എല്ലാവർക്കും അറിയായിരിക്കും 3 മോൾസ് ആണ് നമ്മൾ അവിടെ എടുക്കുന്നത്. 3 മോളിക്യൂൾസ് ആണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. സോ ഫിനൈൽ ഹൈഡ്രസിൻ 3 മോൾ. അപ്പൊ 3 എന്ന ആൻസർ അവിടെ ഉണ്ടോ നോക്കുക. ദാറ്റ് ഈസ് ഗിവൻ ആസ് ദി ഫസ്റ്റ് ഓപ്ഷൻ, റൈറ്റ് ആൻസർ. Next question. A p orbital accommodate maximum. So p ഓർബിറ്റലിൽ എത്ര ആൾക്കാർ വരും എന്നാണ് ഇവിടെ ചോദ്യം. ഇവിടെ ആൻസർ കീയിൽ തന്നിരിക്കുന്നത് 6 ഇലക്ട്രോൺസ് എന്നാണ്. പക്ഷെ എനിക്ക് അതിനകത്തൊരു പ്രോബ്ലം തോന്നുന്നുണ്ട്. കാരണം ഒരു ഓർബിറ്റൽ അക്കോമഡേറ്റ് ചെയ്യുന്നത് മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ്. ഒരു ഓർബിറ്റൽ അക്കോമഡേറ്റ് ചെയ്യുന്നത് 2 ഇലക്ട്രോൺസ് ആണ്.
Px can accommodate 2 electrons, Py can accommodate 2 electrons, and Pz can accommodate 2 electrons. Altogether, p orbital P accommodates 6 electrons എന്നാണ്. സോ രണ്ട് രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ രണ്ട് ആൻസർ വരും ഇവിടെ. അപ്പൊ എന്തായാലും ആൻസർ കീയിൽ തന്നിരിക്കുന്നത് 6 ആയതുകൊണ്ട് നമുക്ക് അതിൽ നിൽക്കാം. പക്ഷെ എന്നാലും 2 ഇലക്ട്രോൺസ് വിത്ത് ഓപ്പോസിറ്റ് സ്പിന്നും ഒരുവിധം കൃത്യമായ ആൻസർ തന്നെയാണ്. നമുക്ക് തർക്കിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which ease of formation of cations is favored by. എത്രയും പെട്ടെന്ന് കാറ്റയോൺ ആകുന്നത് എങ്ങനെയാ? പെട്ടെന്ന് അതിനകത്ത് ഇലക്ട്രോൺ ലോസ് ചെയ്യുമ്പോൾ, ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമ്പോൾ, ഇലക്ട്രോൺ വിട്ടു കൊടുക്കാൻ. അപ്പൊ ഇലക്ട്രോണിനെ നമുക്ക് പിടിച്ചെടുക്കാനുള്ള എനർജി കുറച്ച് ഉപയോഗിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ അയണൈസേഷൻ എനർജി വളരെ ലോ ആയിരിക്കും. സോ ലോവർ വാല്യൂ ഓഫ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ is given as the first option, and that is the right answer. Next question, what is the mole fraction of solute in 2.5 molar aqueous solution? എന്താണ് മൊളാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊളാലിറ്റി മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അപ്പൊ ഇത് 2.5 മോൾ മൊളാലിറ്റി ഇത്ര 2.5 എന്നത്. അപ്പൊ 2.5 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദാറ്റ് ഈസ് 2.5 മോൾസ് ഈസ് പ്രസന്റ് ഇൻ 1000 gram ഓഫ് വാട്ടർ. വാട്ടർ 1000 gram ആണെങ്കിൽ അതിൽ 2.5 മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ആണ് എന്നാണ് എന്റെ മീനിങ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കിക്കൂടെ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയെന്ന് എടുക്കാം? ദാറ്റ് ഈസ് ഗിവൺ ആസ് 2.5. ആൻഡ് മാസ് ഓഫ് വാട്ടർ എത്രയാ? മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 gram. അപ്പോ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് ഗിവൺ മാസ്, ദാറ്റ് ഈസ് 1000 divided by molecular mass 80. So ഇത് ചെയ്യുമ്പോൾ you will get it as 55.6 moles എന്ന് കിട്ടും. So mole fraction എങ്ങനെ കിട്ടും? Mole fraction is equal to solute ന്റെ mole fraction. അപ്പോൾ number of moles of solute, that is NB divided by Na plus NB. NB എന്ന് പറയുന്നത് that is number of moles 2.5 divided by Na എന്ന് പറയുന്നത് കണ്ടുപിടിച്ചു, that is 55.6 plus NB 2.5. So ഇത് നിങ്ങൾ ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ you will get it as 0.043 as the answer, and that is the correct answer, D option. Next question, the compound with an isopropyl group is. തന്നിരിക്കുന്നതിനകത്ത് ഐസോപ്രൊപ്പൈൽ ഏതിലാ ഉള്ളത് എന്ന ചോദ്യം. അതിൽ നമുക്ക് ഡി ഓപ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2-methyl pentane, that is CH3 CH3 2 CH2 CH3. So here there is a CH, so isopropyl group ഇവിടെ ഉണ്ട്. So that is the right answer. Okay, next question, which is strongest Lewis acid? തന്നിരിക്കുന്നത് ലൂയിസ് ആസിഡ് ഏത് നമുക്കറിയാം. നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ട് എല്ലാം ബോറോണിന്റെ കോമ്പൗണ്ട്സ് ആണ്. ബോറോൺസിന് താഴേക്ക് പോകുന്നത്, അതായത് സൈസ് ഹാലജന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിന് അതിന്റെ ആസിഡിക് സ്ട്രെങ്ത് കൂടി വരും. സോ അവിടെ തന്നിരിക്കുന്നതിനകത്ത് iodide, boron iodide Bi3 is showing highest Lewis acid property. So that is the right answer, boron triiodide. Next question, in the reaction ഒരു റിയാക്ഷൻ ആണ് തന്നത്. ഇറ്റ്സ് വെരി ഈസി വൺ അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹെൽമോൾട്ട് സെലിൻസ്കി റിയാക്ഷൻ, HVZ റിയാക്ഷൻ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് CH3 CH2 COOH നെ നമ്മൾ ഏതുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. വെറുതെ ഫോസ്ഫറസ് തന്നിട്ടുള്ളത്, റെഡ് ഫോസ്ഫറസ് ആണ്, അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? COH ന് തൊട്ട് അപ്പുറത്തിരിക്കുന്ന ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. എന്നിട്ട് അതിന് എന്ത് ചെയ്തിരിക്കുന്നു? That is reacting with the alcoholic AOH. Alcoholic AOH എന്ന് പറയുമ്പോൾ ബീറ്റാ എലിമിനേഷൻ റിയാക്ഷൻ അല്ലെ, ആൽക്കഹോളിക് AOH. അപ്പൊ ബീറ്റാ എലിമിനേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ ക്ലോറിൻ തൊട്ടടുത്തിരിക്കുന്ന ഹൈഡ്രജൻ എടുത്ത് HCl ആയിട്ട് പോകും. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. സോ CH ഡബിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് COH. That will be the product. And അങ്ങനെ പ്രോഡക്റ്റ് അവിടെ തന്നിട്ടുണ്ടോ നോക്കുക. That is given as the second option, B option, CH2 double bond CH COH. That is the right answer. Next question, Hinsberg's reagent is. എല്ലാവർക്കും അറിയാം Hinsberg's reagent നമ്മൾ ടെസ്റ്റ് ആയിട്ട് അല്ലേ, പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അമീൻസിനെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന Hinsberg's reagent അരൈൽ സൾഫണൈൽ ക്ലോറൈഡ് ആണ്. ഇവിടെ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് തന്നിട്ടുണ്ട്, എല്ലാം ഒന്നും തന്നെയല്ല. So that is the right answer. Next question,
The product formed as a result of reaction of CH3 MgBr with and CO2 on further hydrolysis gives. അത് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ CH3 MgBr Grignard reagent CH3 MgBr that is reacting with the CO2. CO2 നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി CO2 can be written as C double bond OO ഡബിൾ ബോണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ ബ്രേക്ക് ചെയ്യും, CH3 എന്നും MgBr എന്നും ബ്രേക്ക് ചെയ്യും. അപ്പൊ ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇവിടെ ഒരു വാലൻസി, ഇവിടെ ഒരു വാലൻസി, ഈ ഓയുടെ അടുത്ത് MgBr വരും, MgBr then CH3 ഗ്രൂപ്പ് ഇവിടെ അറ്റാച്ച് ചെയ്യും, CH3 ഗ്രൂപ്പ് ഇവിടെ അറ്റാച്ച് ചെയ്യും. then ഇതിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യും. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർഗാനിക് കെമിസ്ട്രിയിൽ HOH എന്ന് എഴുതി പഠിക്കുക, HOH. അപ്പൊ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ MgBr ഉം OH കൂടി ചേർന്ന് MgOHBr എന്നായിട്ട് മാറും. പിന്നെ എന്താ ഉള്ളത്, ഒരു H അല്ലേ, അത് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും OH. അപ്പൊ വാട്ട് ഈസ് ദി പ്രോഡക്റ്റ്, CH3 COOH. സോ CH3 COOH ആയിരിക്കും നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. And that is given as the first option, CH3 COH. That is the right answer. Next question. Which of the following compound is most reactive towards nucleophilic addition reaction? ആ തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും കാർബണിന്റെ എണ്ണം കുറവ് എത്തനാളിനകത്താണ്. എത്തനാളില് സ്വാഭാവികമായിട്ട് കാർബണിന്റെ എണ്ണം കുറയുമ്പോൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കുറഞ്ഞിരിക്കും, അപ്പൊ സ്വാഭാവികമായിട്ടും റിയാക്ടിവിറ്റി കൂടിയിരിക്കും. സോ അതുകൊണ്ട് എത്തനാൾ ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For an equilibrium reaction, the rate constant for the forward and backward reactions are 2.38 into 10 raised to minus 4 and 8.15 into 10 raised to minus 5 respectively. What will be the equilibrium constant for the reaction? Equilibrium constant കാണാൻ ഒരു ഫോർമുല ഉണ്ട്, ദാറ്റ് ഈസ് ഫോർവേഡിന്റെ ബാക്ക്വേർഡിന്റെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ K of forward divided by K of backward. ഫോർവേഡ് എത്രയാണ് തന്നിരിക്കുന്നത്, 2.38 into 10 raised to minus 4 divided by KB തന്നിരിക്കുന്നത് 8.15 into 10 raised to minus 5. And ഇത് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് യു വിൽ ഗെറ്റ് ആൻസർ 2 point something ആയിരിക്കും. സോ 2.92 is given as the answer. So that is the right answer, D option. Next question. Which acid is present in vinegar? എല്ലാവർക്കും അറിയാം, acetic acid. So acetic acid given as second option, right answer. Next question. Which one of the following type of drug reduces fever? Fever പനി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്നത് എന്താ വിളിക്കുന്നത്, antipyretics, and that is given as the second option, right answer. Next question. How many bonds are there in? അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം നമ്മള് പെട്ടെന്ന് ശ്രദ്ധിക്കാതെയൊക്കെ പോവും, ഇത്തരം ക്വസ്റ്റ്യൻസ് തെറ്റിക്കുന്നതാണ്. പക്ഷെ ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. അവിടെ ആദ്യം തന്നിരിക്കുന്നത് ബെൻസീൻ ആണ് അല്ലെ. സോ ആദ്യം നമുക്ക് ബെൻസിന്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് വരയ്ക്കാം. ബെൻസിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്, തീർന്നില്ല. ബോണ്ട് വരയ്ക്കുമ്പോൾ അവിടെ ഹൈഡ്രജൻ ഉള്ള കാര്യം മറക്കരുത്, എല്ലാ സൈഡിലും ഹൈഡ്രജൻ ഉണ്ട്. ഈ സൈഡിലെ ഹൈഡ്രജനെ മാറ്റിക്കൊണ്ടാണ് അടുത്ത കാർബൺ ഗ്രൂപ്പ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജൻ കാണുമല്ലോ. ദെൻ വീണ്ടും ഒരു സിംഗിൾ ബോണ്ട്, അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജൻ കാണുമല്ലോ. ഈ കാർബണിൽ വീണ്ടും ഒരു 3 ഹൈഡ്രജൻ കൂടി കാണുമല്ലോ. അപ്പൊ ഇത്രയാണ് അതിന്റെ ബോണ്ട് ഫിഗർ എന്ന് പറയുന്നത്. ഇവിടെ സിഗ്മ സിഗ്മ ഇതെല്ലാം സിഗ്മ ബോണ്ടുകൾ. അപ്പൊ 1 2 3 4 5 6 7 8 9 10 11, പിന്നെ ഇവിടെ 12 13 14 15 16 17 18 19. അപ്പൊ 19 സിഗ്മ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ടാണ് പൈ ബോണ്ട് അല്ലെ. അപ്പൊ 1 2 3 4, സോ 4 പൈ ബോണ്ട്. അപ്പൊ 19 സിഗ്മ ബോണ്ടും 4 പൈ ബോണ്ടുമാണ് അവിടെ വരുന്നത്. And that is given as the third option, and that is the right answer. Next question. Principal, azimuthal and magnetic quantum numbers are respectively related to. ആ തന്നിരിക്കുന്നതിനകത്ത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അത് ഓവറോൾ സൈസ് ആണ് തരുന്നത്. അസിമുതൽ ക്വാണ്ടം നമ്പർ ഷേപ്പ് തരുന്നു, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഓറിയന്റേഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു. സോ അത് കൃത്യമായിട്ട് അവിടെ തന്നിരിക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ആണ്, സൈസ് ഷേപ്പ് ആൻഡ് ഓറിയന്റേഷൻ. ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Pauli's exclusion principle states that. എന്താ പറയുന്നത്, ഒരു ആറ്റത്തിനകത്ത് ഒരേപോലെയുള്ള 4 ക്വാണ്ടം നമ്പേഴ്സ് വരുന്ന 2 ഇലക്ട്രോൺസ് ഒരിക്കലും പ്രസന്റ് ആയിരിക്കില്ല എന്നാണ്. സോ അത് കൃത്യമായിട്ട് തന്നിരിക്കുന്നത് നാലാമത്തെ ഓപ്ഷനിലാണ്. No 2 electrons in an atom can have all the 4 quantum numbers identical, and that is the right answer. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇത്രയുമായിരുന്നു പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ഒരു 20 ക്വസ്റ്റ്യൻ കൂടി എന്റെ കയ്യിലുണ്ട്. ഞാൻ എത്രയും വേഗം അത് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ടൈം ഇപ്പം കുറവാണ്, എനിക്കും കുറവാണ്, നിങ്ങൾക്കും കുറവാണ്. സോ മാക്സിമം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യൂ. നല്ല രീതിയിൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കട്ടെ. ഒപ്പം നാളെ നടക്കുന്ന എൻട്രൻസ് കഴിയുമ്പോൾ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് എക്സാം എഴുതുന്നവർക്ക് അത് ഉപകാരപ്രദമാകുമല്ലോ. അപ്പൊ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം, എല്ലാ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കണം. എക്സാം കഴിയുമ്പോൾ ചാനലിനെ മറക്കരുത്. നിങ്ങൾ എന്നും കൂടെ കാണണം, നിങ്ങളോടൊപ്പം ഞാനും കൂടെ കാണും.